നമ്മുടെ ബാബു ആൻ്റണി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീക്കിലിയിൽ, ഒരു മാധ്യമത്തിന് വേണ്ടി ഇൻ്റർവ്യൂ കൊടുത്തില്ല. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ചാർമിളയെ ഈ ബാബു ആൻ്റണി അങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ല, പ്രേമിച്ചിട്ടില്ല. നമ്മുടെ ചാർമിള ഇങ്ങോട്ടാണ് വന്ന് പ്രേമിച്ചത്. അത് ബാബു ആൻ്റണി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. വൺ വേ ട്രാഫിക്. ബാബു ആൻ്റണി അറിഞ്ഞിട്ടില്ല. എനിക്കതിനെപ്പറ്റി എൻ്റെ എത്രയോ ആൾക്കാർ എന്നെ പ്രേമിക്കുന്നു, 10-30 ആൾക്കാർ എന്നെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്നെ പ്രേമിച്ചോട്ടെ, സ്നേഹിച്ചോട്ടെ. പക്ഷേ ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു പ്രേമം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോടുണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്നെ തേച്ചിട്ട് പോയതോട്ടിട്ട് ഞാൻ അന്ന് കോല് മുറിച്ചിട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല, ഞാൻ ബ്രഹ്മചാരിയായി ജീവിക്കും എന്ന് ഞാൻ കോല് മുറിച്ചിട്ടതാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ ചാർമിളയെ സ്നേഹിക്കുന്നത്, കല്യാണം കഴിക്കാൻ പറഞ്ഞു എന്ന് പറയണത്? അന്നത്തെ കാലത്തെ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാമിനിയായിട്ട് ബന്ധപ്പെട്ടു, അങ്ങനെ ഒരുപാട് ഇവർ ഹോട്ടൽ റൂമുകളിൽ ഇവർ എൻജോയ് ചെയ്യാൻ പോയി, അങ്ങനെയുള്ള പല ഇതുകൾ നാനയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എത്ര നാനയിലൊക്കെ വന്ന ഒരു ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇവരൊന്നും ആരും അങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല, കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ബാബു ആൻ്റണിയെ കിട്ടില്ല എന്ന് പറഞ്ഞ് ബാബു ആൻ്റണി തേച്ചിട്ട് പോയ കാരണമാണല്ലോ ചാർമിള കൈൻ്റെ ഞരമ്പ് മുറിച്ച് മരിക്കാൻ പോയത്. വീട്ടിൽ വെച്ച് ബാത്റൂമിൽ വെച്ചിട്ടാണ് മൂപ്പരത് ചെയ്തത്. ആ വീട്ടിലപ്പോൾ അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, അമ്മ അടുക്കളയിൽ പണിയെടുക്കണ്, ഒരു അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തി ജോലിക്ക് പോയിന്. ആ സമയത്താണ് ചെയ്തത്. മരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. പ്രേമ നൈരാശ്യം മാത്രമാണ്. ഈ ബാബു ആൻ്റണി ഇങ്ങനെ തേച്ചിട്ട് പോയതിൻ്റെ ഒരു വിഷമമാണ് കാണിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ ബാബു ആൻ്റണി ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയൊരു ഒരു വഞ്ചനീനത് നമ്മുടെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഒരു വഞ്ചനീന്. ഒരു പെൺകുട്ടീനെ സ്നേഹിച്ച് ഇതുപോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് നടന്ന് എല്ലാവരും അറിഞ്ഞ് പത്രത്തിൽ വന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാബു ആൻ്റണി വന്ന് പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോൾ പൂരായണ എന്ന് പറയുന്ന ആളാണ് ഈ ബാബു ആൻ്റണി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തതിനുള്ള ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ബാബു ആൻ്റണി വെള്ളം കുടിക്കും. അതുപോലെ തന്നെ ബാബു ആൻ്റണി ഫീൽഡിൽ നിന്ന് ഔട്ടായില്ലേ, ശ്രീശാവാണത്. അപ്പോൾ ഈ ആ ഒരു ബന്ധമൊക്കെ ഇങ്ങനെ വലഞ്ഞ് മരിക്കാനൊക്കെ പോയി, അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ പല ആൾക്കാരും ആശ്വസിപ്പിക്കാനും ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് വീണ്ടും ഡിപ്രഷനാക്കാനൊക്കെ നിന്നു. ആ സമയത്ത് വന്ന ആളാണ് കിഷോർ സത്യ. അടിവാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അവനെ സ്നേഹിക്കുക, ഒന്നും വിഷമിക്കേണ്ട, ഒരു ബന്ധമല്ലേ പോയുള്ളൂ, നമുക്ക് പല ബന്ധങ്ങളും ഇനി കിട്ടും, ജീവിക്കണം, ഒരിക്കലും മരിക്കാൻ പാടില്ല, മരിക്കാൻ കാണിച്ചത് തെറ്റാണ് എന്നൊക്കെ ഒരുപാട് ഉപദേശിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ഒരു പുരുഷൻ വന്ന്, അതുപോലെ കിഷോർ സത്യ പോലുള്ള ഒരു സുന്ദരം വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ അത് സ്നേഹമായിട്ട് മാറുകയാണ്. അതൊരിക്കലും ചാർമിളയുടെ ഭാഗത്തുനിന്നല്ല കിഷോർ സത്യന് ഇങ്ങോട്ട് ചോദിച്ചത് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന്. അപ്പോൾ ഈ ബാബു ആൻ്റണി കൊടുത്ത വിഷമത്തിൽ നിന്ന് ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അതും കല്യാണം കഴിച്ച് എന്തുണ്ടായി, കല്യാണം കഴിച്ച് ഗർഭിണിയായപ്പോൾ കല്യാണം കഴിച്ചവരോട് കിഷോർ സത്യ ഒരു കാര്യം പറഞ്ഞ് ഇനി അഭിനയിക്കാനേ പോകണ്ട, ഇവൾക്കൊരു കുടുംബജീവിതം ഇഷ്ടം, ശരി ഞാൻ അഭിനയിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞ് കുടുംബത്തിൽ ഒതുങ്ങി കൂടി 3-4 കൊല്ലം അവരൊരുമിച്ച് ജീവിച്ചു. അതിലൊരു ഗർഭമുണ്ടായപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗർഭം അലസിപ്പിക്കാം, നമുക്കിപ്പോൾ ആ കുട്ടി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ശരി അലസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലസിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സത്യം മനസ്സിലാവുന്നത്. ഈ കിഷോർ സത്യക്ക് വേറൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിലാണ് ആ ബന്ധമുള്ള കാരണമാണ് ഇനി ഇവിടെ കുട്ടികൾ ഉണ്ടാവണ്ട, എന്നല്ലെങ്കിൽ നാളെ അവളുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ചുവടുവെപ്പാണെന്നുള്ളത് അറിഞ്ഞോട് കൂടിയിട്ട് പിന്നെ നിൽക്കാൻ നോക്കിയില്ല. പിന്നെ എത്രയും പെട്ടെന്ന് അവിടുന്ന് സലാം പറഞ്ഞ് ഡൈവോഴ്സായിട്ട് കിഷോർ സത്യയുടെ അവിടുന്ന് പോരുകയുണ്ടായത്. അപ്പോൾ ദുഃഖങ്ങൾ മാത്രം. അതോട് കൂടിയിട്ട് ഗ്ലാമർ പോയി, പണ്ടത്തെ ആളെ അല്ല, ഇപ്പോൾ കണ്ട ആളെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു തിരിച്ചു വരവ് വന്നു, സീരിയലിൽ കൂടെ വന്നു, സിനിമയിൽ കൂടെ വന്നു, രണ്ടും ക്ലച്ച് പിടിച്ചില്ല. ഗ്ലാമറുള്ളിടത്തോളം കാലമാണ് സിനിമാ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സ്ത്രീകൾക്ക് പറ്റുള്ളൂ. ഗ്ലാമർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും അന്വേഷിക്കുക തന്നെയില്ല. അതാണ് നന്ദിയില്ലാത്ത സിനിമാ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 10 രൂപ ഉണ്ടാക്കി അത്ര തന്നെയുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ദുഃഖങ്ങളും നിരാശകളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പല ആൾക്കാരും പലതും പറഞ്ഞും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു ജീവിതമാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് ബാബു ആൻ്റണി പറഞ്ഞപ്പോൾ ഇപ്പോഴും വിഷമിച്ചു, മനസ്സ് ഒരുപാട് വിഷമിച്ചു ആ പാവത്തിൻ്റെ. ഇനിയെങ്കിലും ആ പാവത്തിനെ വെറുതെ വിടുക, എവിടെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ.
ഒരു നടിയായി പോയി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഒരു സ്നേഹബന്ധം ഇല്ലാണ്ടായി പോയി എന്നിട്ട് വീണ്ടും ഇങ്ങനെ എടുത്ത് കല്ലെറിയരുത്. ഇത്രേ നമുക്ക് പറയാനുള്ളൂ.